നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധരാഷ്ട്രീയം ഇപ്പോൾ നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകളാണ് അമേരിക്കയുടെ പുതിയ നിലപാടുകൾ നൽകുന്നത്. ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ അമേരിക്ക ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് മാസങ്ങളായി കടുത്ത ഭാഷയിൽ ഇറാനെതിരെ മുന്നേറ്റം നടത്തിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ സമ്മർദ്ദത്തിലായെന്ന രാഷ്ട്രീയ സന്ദേശമായാണ് ലോകം ഇതിനെ കാണുന്നത്. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കാൻ US നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു ശേഷം ആഗോള വിപണികൾ ഉണർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി ട്രംപ് വെള്ളിയാഴ്ചയാണ് പറഞ്ഞത്. ഉപരോധം നീക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവും ഇതോടെ രേഖപ്പെടുത്തി. ഉപരോധം നീക്കുന്ന പക്ഷം ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി ഇറാൻ എണ്ണയുടെ വ്യാപാരത്തിൽ US നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രാഥമിക ഘട്ടത്തിൽ ഇറാൻ എണ്ണയുടെ വ്യാപാരത്തിൽ അമേരിക്കൻ കമ്പനികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രണ്ടാം ഘട്ട ഉപരോധങ്ങൾ ഇറാനിയൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന US ഇതര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദേശ സർക്കാരുകൾ എന്നിവയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തും, എണ്ണ കയറ്റുമതി പൂർണ്ണമായി തകർക്കും എന്ന രീതിയിലുള്ള കടുത്ത നിലപാടുകളായിരുന്നു അമേരിക്ക സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതേ അമേരിക്ക ഉപരോധ ഇളവുകൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് യുദ്ധത്തിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോയില്ല എന്ന വിലയിരുത്തലുകളെ ശക്തമാക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇറാന്റെ നിലപാടാണ്. വിപുലമായ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും ടെഹ്റാൻ പൂർണ്ണമായി വഴങ്ങിയില്ല. മറിച്ച് ഹോർമൂസ് കടലിടുക്ക്, ഗൾഫ് രാഷ്ട്രീയം, ചൈന റഷ്യ ബന്ധം, പ്രോക്സി സഖ്യങ്ങൾ എല്ലാം ഉപയോഗിച്ച് ഇറാൻ സ്വന്തം സമ്മർദ്ദ രാഷ്ട്രീയം ശക്തമാക്കുകയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അമേരിക്ക പോലും നിലപാട് മൃദുവാക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെ പങ്ക് ഇവിടെ നിർണായകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ചൈന ഇറാനിയൻ എണ്ണ വാങ്ങൽ പൂർണ്ണമായി നിർത്താൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈന ട്രംപ് ചർച്ചകളിൽ ഇറാനിയൻ എണ്ണ വിഷയവും പ്രധാന അജണ്ടയായതോടെ അമേരിക്കയുടെ ഉപരോധ തന്ത്രം തന്നെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം കൂടുകയും എണ്ണവില ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ USന് പൂർണ്ണ ഏറ്റുമുട്ടൽ തുടരാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദവും വ്യക്തമാണ്. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്ന സമയത്ത് എണ്ണവിലയും സാമ്പത്തിക പ്രതിസന്ധിയും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന ഭയം ട്രംപ് ഭരണകൂടത്തിനുണ്ട്. ശക്തനായ യുദ്ധ നേതാവ് എന്ന ഇമേജ് നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ സമ്മർദ്ദം ട്രംപിനെ കൂടുതൽ പ്രായോഗിക നിലപാടുകളിലേക്ക് തള്ളുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം ഇറാൻ ഈ സാഹചര്യത്തെ സ്വന്തം നയതന്ത്ര വിജയമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധ രാഷ്ട്രീയം പരാജയപ്പെട്ടു എന്ന സന്ദേശമാണ് ടെഹ്റാൻ ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങളും ചൈനയും റഷ്യയും അമേരിക്കൻ ഉപരോധ നയങ്ങളെ തുറന്ന് വിമർശിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ചിത്രം ഇപ്പോൾ വ്യക്തമാണ്. ഇവിടെ മറ്റൊരു വലിയ ചോദ്യവും ഉയരുന്നു. ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ പിന്നോട്ട് മാറുകയാണോ? കാരണം തുടക്കത്തിൽ കടുത്ത ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങളും ഉയർത്തിയ അമേരിക്ക ഇപ്പോൾ സംഭാഷണവും ഉപരോധ ഇളവും ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനെ ട്രംപിന്റെ തന്ത്രപരമായ മാറ്റം എന്നതിലുപരി ഇറാന്റെ പ്രതിരോധ ശേഷി അമേരിക്കയെ അപ്രതീക്ഷിത സമ്മർദ്ദത്തിലാക്കിയതിന്റെ ഫലമെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. അതേസമയം ഇത് യുദ്ധം അവസാനിക്കുന്നുവെന്ന സൂചനയല്ല, മറിച്ച് യുദ്ധത്തിന്റെ സ്വഭാവം മാറുന്നുവെന്ന മുന്നറിയിപ്പാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിൽ നിന്ന് സാമ്പത്തികവും നയതന്ത്രപരവുമായ സമ്മർദ്ദ രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്.